ഹാർഡേഴ്സ് വെൽക്കം ടു സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ, നിങ്ങളുടെ സ്വന്തം ജുനുസാറാണ്. അപ്പം എൻ്റെ മക്കളോട് പറയാനുള്ളത്, എൻ്റെ മക്കൾ ഇതാ നമ്മുടെ MS പ്രഡിക്ഷൻ ലൈവ് ഇന്ന് കൃത്യം 5 മണിക്കാണ് നമ്മളിന്ന് സെറ്റാക്കി തരാൻ പോവാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചോടാ. ഇവിടെ നോക്കിക്കോ, ഇതിൽ ഏതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ് DNA എന്ന് mRNA ഉണ്ടാവാനോ, DNA എന്ന് പ്രോട്ടീൻ ഉണ്ടാവാനോ, mRNA പ്രോട്ടീൻ ഉണ്ടാവാനോ, mRNA എന്ന് DNA ഉണ്ടാവാനോ? ഏതാണ് ഇതിൽ? ഏതാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്? ഏതാ മക്കൾ ഇതിൽ ട്രാൻസ്ക്രിപ്ഷൻ? എൻ്റെ മക്കൾക്ക് അറിയാം ഇത് എന്തിൻ്റെ പ്രോസസ്സാടാ. ഇതിൽ ഏതാണ് ട്രാൻസ്ക്രിപ്ഷൻ? DNA-യിൽ നിന്നും mRNA ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? DNA-യിൽ നിന്ന് എന്തുണ്ടാവുക? mRNA രൂപപ്പെടുന്നതിന് പറഞ്ഞ പേരാണ് മക്കളെ എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിൽ ഒന്നാണ് ശരി, ട്രാൻസ്ക്രിപ്ഷൻ കിട്ടി. ഇനി എൻ്റെ മക്കൾ നോക്കേണ്ടി ഇതപ്പോൾ DNA mRNA ഉണ്ടാവുക. ഇനി എൻ്റെ മക്കൾ 1 തൊട്ട് 4 വരെയുള്ള ചോദ്യങ്ങളിൽ എൻ്റെ മക്കളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചിത്രം ഈ ഒരു ചിത്രമായിരിക്കും. ഏതൊരു ചിത്രം? ഈ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇത് ഏതിൻ്റെ ചിത്രമാടാ? ഇത് നമ്മുടെ ന്യൂക്ലിയോടൈഡിൻ്റെ ചിത്രമല്ലേ? അതിൽ നോക്കിക്കോ. വാട്ട് ഈസ് ജസ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ന്യൂക്ലിയോടൈഡിനെയാണ് സാറേ സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മോളിക്യൂൾ എക്സ്? ഇത് ഈ എക്സിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇത് എക്സ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് അല്ലേ? ഫോസ്ഫേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗദർ. ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഐഡന്റിഫൈ ദ റൈറ്റ് വൈ ആൻഡ് സെഡ്. ഈ വൈ എന്ന് പറഞ്ഞ ഷുഗർ ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് ആണ്. വൈ എന്ന് പറഞ്ഞ ഷുഗർ ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ബേസ് ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചത്? ഈ വൈ DNA-യിലും RNA-യിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വൈ എന്ന് പറഞ്ഞ ഷുഗർ DNA-യിൽ ഷുഗർ ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ, ഡിയോക്സി റൈബോ പഞ്ചസാര. RNA-യിലാണെങ്കിലോ വൈ പഞ്ചസാര എന്താ? റൈബോസ് ഷുഗർ, റൈബോസ് പഞ്ചസാര. അപ്പോൾ ഈ 2 ചോദ്യം നോക്കണം. ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നൈട്രജൻ ബേസാ. DNA-യിലെ നൈട്രജൻ ബേസ് ഏതൊക്കെ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേക്ക്. അഡിനിൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA-യിലാണെങ്കിലോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. സെറ്റാണല്ലോ എന്നല്ലതാ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ച മക്കളെ ഒരൊറ്റ കാര്യം, നമ്മുടെ ഫ്രീഡം ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. ഇന്ന് എൻ്റെ മക്കൾ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പ്രീമിയം ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തുണ്ട്? 1947 ഡിസ്കൗണ്ടോട്, ആ പൈസയുടെ ഡിസ്കൗണ്ടോട് കൂടെ പർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരമാണ് മക്കളെ. ഇന്ന് ലാസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മക്കൾക്ക് ഒരു ഓഫറും കിട്ടൂല. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ 1947 രൂപ കൊടുത്ത് നമ്മുടെ പ്രീമിയം ബാച്ച് ജോയിൻ ചെയ്തോ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഈ ലൈവിൻ്റെ കൃത്യം 5 മണിക്കാണ് നമ്മൾ ലൈവില്ലത്. ആ ലൈവ് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയി ലൈക്ക് ചെയ്ത് വെച്ചോ. കാരണം ഇന്ന് 5 മണിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്യും. കാരണം കഴിഞ്ഞ വർഷത്തും നിങ്ങളുടെ മുന്നത്തെ വർഷത്തിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി, ഈ ജുനിസാറ് പറയുന്ന ക്വസ്റ്റ്യൻ അതുപോലെ വന്നിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് കൃത്യം 5 മണിൻ്റെ കാര്യം എൻ്റെ മക്കൾ ആരും മറക്കണ്ട. സെറ്റാക്കി തരാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളും കൂടി എൻ്റെ കൂടെ തന്നെ നിന്നോട്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം പിടിച്ചോ. ഈ ഒരു ചോദ്യം എൻ്റെ മക്കൾ ക്രോസിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഇവിടെ റെഡ് ഫ്ലവർ തന്നിട്ടുണ്ട്, വൈറ്റ് ഫ്ലവർ തന്നിട്ടുണ്ട്, ചുവന്ന പൂവ്, വെളുത്ത പൂവ് തന്നിട്ടുണ്ട്. ഇവിടെ ഗാമേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തന്നു, ക്യാപിറ്റൽ R തന്നിട്ട് സ്മോൾ r തന്നിട്ട്. ഈ F1 അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കി, ഇവിടുത്തെ ഫീനോ ടൈപ്പോ ജീനോ ടൈപ്പ് എഴുതാൻ സാർ ഇതെങ്ങനെ എഴുതുക? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്രോസിങ് ഒരു കുട്ടിക്ക് ഒന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ ഈ ക്യാപിറ്റൽ R-നെയും സ്മോൾ r-നെയും കൂട്ടി എഴുതുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് ആരെയാണോ? ക്യാപിറ്റൽ R എഴുതുക, പിന്നെ സ്മോൾ r-നെ എഴുതുക. അങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം ഈ ഫീനോ ടൈപ്പ് എന്താ ചോദിക്കും? ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ക്യാപിറ്റൽ R സ്മോൾ r വന്ന സമയത്ത് ആരാ വലുത്? ആർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടി? ക്യാപിറ്റൽ R-ന്. ആ ക്യാപിറ്റൽ ഏതാണോ അതിൻ്റെ സ്വഭാവമാണ് ഈ റെഡ് ഫ്ലവർ അല്ലേ? അതാണ് ഫീനോ ടൈപ്പ്. ഈ ക്യാപിറ്റൽ സ്മോൾ വരുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ ഏതാണോ അതിൻ്റെ സ്വഭാവത്തെയാണ് ഫീനോ ടൈപ്പ് വിളിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ക്രോസ് ചെയ്തി, അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോഴത്തെ ഫീനോ ടൈപ്പ് ഈ ക്യാപിറ്റൽ ടിയുടെ സ്വഭാവം ടോളേക്കാരം. ക്വസ്റ്റ്യനിൽ അങ്ങനെയൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തു തന്നോട്ടെ, ക്യാപിറ്റൽ ഏതാണോ അതിൻ്റെ സ്വഭാവം നിങ്ങൾ എന്തിൽ എഴുതണം? അതിൻ്റെ സ്വഭാവം നിങ്ങൾ എവിടെ എഴുതണം? ആ ഒരു ഫീനോ ടൈപ്പിൽ എഴുതണം. അപ്പോൾ ഇവിടുത്തെ ഫീനോ ടൈപ്പ് എന്താ? റെഡ് ഫ്ലവർ. ഈ ക്യാപിറ്റൽ R-ൻ്റെ സ്വഭാവം എന്താ? റെഡ്, ചുവന്ന പൂവല്ലേ? ഇനി ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നും അറിയില്ലെങ്കിൽ ജീനോ ടൈപ്പ് പറഞ്ഞാൽ എന്താ അറിയോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ഈ ആൻസറില്ലേ, ഇത് അതുപോലെ ഇതിനു പറഞ്ഞ പേരാണ് ജീനോ ടൈപ്പ്. അപ്പോൾ ഫീനോ ടൈപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഏതാണോ ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിൻ്റെ സ്വഭാവം, ലെറ്റർ അല്ല കേട്ടോ, ആ സ്വഭാവം ക്യാരക്ടർ എഴുതുന്നതിന് പറഞ്ഞ പേരാണ് ഫീനോ ടൈപ്പ്. ഇവിടെ ഇതൊക്കെ ക്രോസ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഏതാണോ അത് അതേപോലെ എഴുതുന്നതിന് പറഞ്ഞ പേരാണ് ജീനോ ടൈപ്പ്.
കിട്ടിയല്ലോ. ഇനി അടുത്ത് ഇത് അടിപൊളി ചോദ്യമാണ്. ഇതാണ് കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യം. ഇലുസ്ട്രേറ്റ് ദ ക്രോസ് ബിറ്റ്വീൻ F1 പ്ലാന്റ് ആൻഡ് പാരന്റ് പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ. F1ഉം വെളുത്ത പൂക്കളും ഉണ്ടാക്കുന്ന മാതൃസസ്യവും തമ്മിലുള്ള വർഗ്ഗസംഖ്യനെ ചിത്രീകരിക്കുക. ഇവിടുത്തെ F1 ഏതാടാ? നമ്മുടെ F1 എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ F1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. അപ്പോൾ നമ്മൾ എഴുതി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്രോസ് ആരായിട്ട് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞത്? വെളുത്ത പൂക്കൾ ഉൽപ്പാദിക്കുന്ന മാതൃസസ്യം. പാരന്റ് പ്ലാന്റ് പ്രൊഡ്യൂസ് വൈറ്റ് ഫ്ലവർ. അപ്പോൾ വൈറ്റ് ഫ്ലവറിൻ്റെ ഏതാണ്? സ്മോൾ ആർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ സ്മോൾ ആർ. ഇനി ഇതിൻ്റെ ഗാമേറ്റ്സ് എഴുതുക. ഗാമേറ്റ്സ് ബീജകോശം എഴുതുക. ബീജകോശം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഗാമേറ്റ്സ് ബീജകോശം എഴുതുമ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ അതൊന്ന് ഒന്നെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് അതൊന്ന് ഒരു സ്മോൾ ആർ. ഇത് രണ്ടും സെയിം ആണോ സാറേ? ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആറിനെ സെപ്പറേറ്റ് എടുത്തു, സ്മോൾ ആറിനെ സെപ്പറേറ്റ് എടുത്തു. ശ്രദ്ധിക്കുക, ബീജകോശം ഗാമേറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും സെയിം അല്ലെങ്കിൽ രണ്ടിനെയും സെപ്പറേറ്റ് എടുക്കുക, രണ്ടും സെയിം ആണെങ്കിൽ ഒന്നെടുക്കുക, അതിന് ഒന്നെടുക്കുക. കിട്ടിയോ? ഇനി ഇതിനെ ക്രോസ് ചെയ്യാം. ഇതിനെ ഇതായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആറിന് പ്രയോറിറ്റി കൊടുക്കുക, പിന്നെ രണ്ടാമത് സ്മോൾ ആർ എഴുതുക, പിന്നെ ഇതിനെ ഇതായിട്ട് ചെയ്യുക സ്മോൾ ആർ. ഇത് ഏത് പൂവേക്കാരം? റെഡ് ഫ്ലവർ, ചുവന്ന പൂവായിരിക്കും. ചുവന്ന പൂവ്. ഇതോ വൈറ്റ് ഫ്ലവർ, വെളുത്ത പൂവേക്കാരം. ഇവിടുത്തെ അംശബന്ധം എത്ര? 1:1. റേഷ്യോ എത്ര? 1:1. കിട്ടിയോടാ? അപ്പോൾ ഇതൊരു ചെറിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇന്ന് കൃത്യം 5 മണിക്ക് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് എന്താക്കുന്നുണ്ട്? നമ്മുടെ പ്രഡിഷൻ ലൈവിൽ വരുന്നുണ്ട്. പിന്നെ മക്കളെ ഒരൊറ്റ കാര്യം പറയാലോ, നമ്മളെ ഇന്നലത്തെ ആവട്ടെ, ഇനി വരാനുള്ള ഫിസിക്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, ഇനി ഏത് സബ്ജക്റ്റിൻ്റെയും നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. സാർ എങ്ങനെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക? നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കമ്മ്യൂണിറ്റിൻ്റെ. അവിടെ ഫ്രീ ആയിട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മുഴുവൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇന്ന് കൃത്യം 5 മണിൻ്റെ കാര്യം ആരും മറക്കണ്ട. ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്ക്. സെറ്റാക്കി തരാൻ സാറ് വന്നിട്ടുണ്ട്. ഇനി ആഫ്റ്റർ ലൈവ് രാത്രിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? 5 മണിക്ക് ലൈവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ലൈവ് ഒന്ന് കാണുക. ആ ലൈവും നാളെ നടക്കാൻ പോകുന്ന മോർണിംഗും കൂടി എൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാലോ 40ൽ 40 ഈ ജുനു സാർ നിങ്ങൾക്ക് ഏറ്റും. ഓക്കെ, ഫിസിക്സ് ഉണ്ട് എനിക്കറിയാം, ഫിസിക്സ് നല്ല ടഫാണ്, ബയോളജി നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും മക്കളെ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടതും ബയോളജിയിൽ A+. അപ്പോൾ എൻ്റെ മക്കൾ അത് നോക്കി വെച്ചോ, സെറ്റാക്കി തരാൻ സാറ് വരുന്നുണ്ട് കൃത്യം 5 മണിക്ക്. അപ്പോൾ നമുക്ക് കൃത്യം 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.